ഹലോ ഗൈസ്, രാവിലെ തന്നെ എണീച്ചിട്ട് വേഗം ചായക്കൊക്കെ വെള്ളം വെച്ചിട്ടോ. എന്നാണെങ്കിൽ രാവിലെ തന്നെ മഴയാണ്. അപ്പോൾ പൂരി ഉണ്ടാക്കാൻ വിചാരിച്ചു. ഇത് റേഷൻ കടയിൽ നിന്ന് കിട്ടണ നമ്മളെ ഗോതമ്പുണ്ടല്ലോ, അത് കുറച്ച് മൈദയും കൂട്ടിയിട്ടുള്ള പൂരിയാണ് കേട്ടോ. പിന്നെ കടലക്കറിയാണ് അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നല്ല കുറുകിയ കടലക്കറിയാണ് കേട്ടോ. തേങ്ങ ഒന്നും അരയ്ക്കാതെ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. മീൻകാരൻ വന്നപ്പോൾ പോയി വെക്കുമ്പോൾ എരുന്താണ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് അയിലയും വാങ്ങി. ഇത് 50 രൂപയ്ക്കുള്ള മീനാണ് കേട്ടോ. അപ്പോൾ കുറച്ചേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ എരുന്ത് കറി വെക്കാൻ. പിന്നെ എനിക്ക് കുറച്ച് അടയ്ക്കൊക്കെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നവരരിയും കൊണ്ടുള്ള അട ഉണ്ടല്ലോ, അതിനാണ് ഓർഡർ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വേഗം അതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിനിപ്പോൾ സ്റ്റീമറിൽ വെച്ചിട്ട് പുഴുങ്ങിയെടുക്കാനും കൂടി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ വേഗം ചെയ്തിട്ട് പിന്നെ ചോറിൻ്റെ പരിപാടിക്ക് കടന്നു. ചോറിന്ന് കുറുവരിൻ്റെ ചോറാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അയില വാങ്ങിയത് പൊരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എരുന്നിൻ്റെ കറിയാണ്. ഇതിൻ്റെ വീഡിയോ ഇടുമെന്ന് എന്നോട് കുറേ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും സമയം കിട്ടിയില്ല. എന്തായാലും വൈകാതെ തന്നെ ചെയ്യട്ടോ. അപ്പോൾ എരുന്ത് തേങ്ങ അരച്ചിട്ടുള്ള കറി വെച്ചിരുന്നു. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത്. ഇതൊരു പപ്പടം മാത്രം മതിയിട്ട് നമുക്ക് ചോറ് കഴിക്കാൻ. കോഴിക്കോട്ടുകാർക്ക് എല്ലാവർക്കും അറിയുണ്ടാവും എരുന്ത് കറി. പിന്നെ ഞാൻ വീട്ടിലൊരു മത്തൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് പയറിട്ടിട്ട് മത്തനും മുമ്പാറും ഇങ്ങനെ വെറുതെ ഒരു എലിശ്ശേരി പോലെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ സ്വസ്ഥമായിട്ടിരുന്ന് ചോറ് കഴിച്ചിട്ടോ. ചോറ് എരുന്ത് കറി എലിശ്ശേരിയൊക്കെ കൂട്ടിയിട്ട് മീൻ വറുത്തൊക്കെ കൂട്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാണ്, സബ്സ്ക്രൈബ് ചെയ്യണേ.